ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 10ാം ക്ലാസ്സിന്റെ ഫിസിക്സിന്റെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പൊ ഇതുവരെ നമ്മൾ 2 ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് ഇത് 3ാമത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ ഇന്ന് നമുക്കിത് നോക്കാം അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രം കാണാനായിട്ട് പറ്റും അല്ലേ. 2-3 കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗാർഡനിലൂടെ നടന്നു പോവാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കുട്ടികൾ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഹായ്, ഈ പൂന്തോട്ടം എത്ര മനോഹരമാണ് അല്ലെ. ഈ ഒരു കുട്ടി പറയും ഈ പൂന്തോട്ടം കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പൊ ഈ കുട്ടി പറയും ഒരേ പ്രകാശത്തിലാണല്ലോ ഈ പൂക്കളെയൊക്കെ കാണുന്നത്, എന്നിട്ടും ഇവ വ്യത്യസ്ത നിറങ്ങളിൽ കാണുന്നത് എന്തുകൊണ്ടായിരിക്കും അല്ലെ. ഈ കുട്ടി പറയും ഒരേ പ്രകാശത്തിലാണ് നമ്മൾ കാണുന്നത്, പക്ഷെങ്കിൽ പൂക്കൾക്കൊക്കെ എന്താണ്, വ്യത്യസ്ത നിറത്തിലാണ് നമ്മൾ കാണുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും? പൂക്കളിലെല്ലാം ഒരേ പ്രകാശമാണ് പതിക്കുന്നതെങ്കിലും അവ വ്യത്യസ്ത വർണ്ണങ്ങളിൽ കാണപ്പെടുന്നതിന് കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ്, നമുക്ക് സൂര്യന്റെ ലൈറ്റ് വന്ന് ഇടിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, പക്ഷെ പല നിറത്തിലുള്ള വസ്തുക്കളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതെന്താണ് അല്ലേ? അതെന്താണ് പല നിറത്തിലുള്ള കളറ് കാണാനായിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ കണ്ടുപിടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം അല്ലെ. ഫസ്റ്റ് ടോപ്പിക് വന്നിട്ടുള്ളത് ഗ്ലാസ് പ്രിസത്തിലൂടെയുള്ള അപവർത്തനം അല്ലെ. ഗ്ലാസ് പ്രിസത്തിലൂടെയുള്ള അപവർത്തനം. ഈ ഒരു കാര്യം നോക്കുന്നതിനേക്കാൾ മുന്നേ നമുക്ക് അപവർത്തനം എന്താണെന്നൊന്ന് നോക്കാം അല്ലെ. അപവർത്തനം എന്താണെന്ന് നോക്കാം. എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ട്. ഗ്ലാസ്സിൽ ഞാനൊരു പെൻസിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഗ്ലാസ് ഉണ്ട്. അതിൽ ഞാൻ കുറച്ച് വെള്ളം നിറച്ചതിന് ശേഷം ഒരു പെൻസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാസും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വെള്ളം ചേർക്കാത്ത ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ പെൻസിൽ ഒരു വളവുമില്ലാണ്ട് നിവർന്നിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. പക്ഷെങ്കിൽ വെള്ളം നിറച്ച ഒരു ഗ്ലാസ്സിലൂടെ നോക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കുറച്ച് ഈ ഒരു അല്ലെ വെള്ളത്തിനെയും, ഇവിടെ എന്തുണ്ട്, എയർ ഉണ്ട് അല്ലെ, വായു ഉണ്ട്, ഇവിടെ വെള്ളമുണ്ട്. ഇവിടെ എന്താ ഉള്ളൂ, ആകെ വായു മാത്രമാണുള്ളൂ അല്ലെ. ഇവിടെ വായു മാത്രമാണുള്ളൂ, ഇവിടെ എയർ, വായുമുണ്ട്, വെള്ളമുണ്ട്. അപ്പൊ ഈ വെള്ളത്തിനെയും വായുവിനെയും വേർതിരിക്കുന്ന സ്ഥലത്ത് വെച്ച് നമ്മളുടെ ഈ പെൻസിലിന് എന്താ, ഒരു ചെരിവ് അല്ലെ, ഒരു ചെരിവ് പോലെ കാണാനായിട്ട് പറ്റും അല്ലെ. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടായിരുന്നു? നമ്മളുടെ അപവർത്തനം ഉപയോഗിച്ചിട്ടായിരുന്നു അല്ലെ. നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, അപവർത്തനം എന്താണെന്ന്. ഈ ആദ്യത്തെ കേസിൽ ഗ്ലാസ് അല്ലെ, ഗ്ലാസ്സിൽ വായു മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കേസിലോ ഗ്ലാസ്സിൽ എന്തുണ്ട്, വെള്ളമുണ്ട്, പിന്നെ എന്തുണ്ട്, വായു ഉണ്ട് അല്ലെ, വായുവുമുണ്ട്, ഗ്ലാസ്സും ഉണ്ട്. അങ്ങനെ 2 മാധ്യമത്തിലൂടെ അല്ലെ, പ്രകാശം 2 മാധ്യമത്തിലൂടെ കടക്കുമ്പോഴാണ് നമുക്കിങ്ങനെ കുറച്ച് വളഞ്ഞതായിട്ട് കാണാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ച് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് വായു ഉണ്ട്, ഇവിടെ നമുക്ക് എന്താണ്, ജലവുമാണ് എന്ന് വിചാരിക്കും. ഇവിടെ വായു ഉണ്ട്, ജലവുമാണ് എന്ന് വിചാരിക്കും. ഒരു പ്രകാശരശ്മി ചെരിഞ്ഞ് പതിച്ച് എന്ന് വിചാരിക്കും. ഒരു പ്രകാശരശ്മി ചെരിഞ്ഞ് പതിച്ച്, ഇതെന്താണ്, ലംബമാണ് കേട്ടോ. ഒരു പ്രകാശരശ്മി ചെരിഞ്ഞ് പതിച്ചപ്പോൾ ഈ വായുവിനെയും ജലത്തിനെയും വേർതിരിക്കുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ അല്ലെ, ഈ ഒരു പ്രതലമുണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് വെച്ച് എന്ത് സംഭവിക്കും? ഈ ഒരു പ്രകാശത്തിന് ഒരു ചെരിവ് അനുഭവപ്പെടും അല്ലെ. ഒന്ന് വളഞ്ഞ് ദിശ മാറിപ്പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ശരിക്കും ഇങ്ങനെ പോകേണ്ടതേനു അല്ലെ. എന്ത് സംഭവിച്ചു ഇവിടെ? ഇവിടെ ചെറുതായിട്ട് ദിശ മാറിയിട്ടുണ്ട് അല്ലെ, ദിശാവ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അല്ലെ, ഇങ്ങനെ പ്രകാശം ഒരു മാധ്യമം, വായു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാധ്യമമാണ്, ജലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു മാധ്യമമാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വേറൊരു മാധ്യമത്തിലേക്ക് എങ്ങനെ പതിക്കുമ്പോൾ, ചെരിഞ്ഞ് പതിക്കുകയാണെങ്കിൽ അല്ലെ, ചെരിഞ്ഞ് പതിക്കുകയാണെങ്കിൽ ഈ ഒരു വേർതിരിക്കുന്ന പ്രതലമുണ്ടല്ലോ അല്ലെ, വേർതിരിക്കുന്ന ഭാഗമുണ്ട്. ആ വേർതിരിക്കുന്ന ഭാഗത്തിൽ വെച്ച് ആ പ്രകാശരശ്മിക്ക് എന്ത് സംഭവിക്കും? ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട് അല്ലെ, ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറഞ്ഞത്. ഇനിയിപ്പോ
പ്രകാശരശ്മി ചെരിഞ്ഞല്ലാണ്ട് നേരെ തന്നെ ലംബമായിട്ട് പതിച്ചെന്ന് വിചാരിക്കുക. ലംബമായിട്ടാണ് പതിച്ചതെങ്കിൽ ദിശാവ്യതിയാനം ഒന്നും ഇല്ലാണ്ട് നേരെ ലംബമായിട്ട് തന്നെ കടന്നു പോകും. അതായത് അപവർത്തനം സംഭവിക്കില്ല. അപവർത്തനം സംഭവിക്കണമെങ്കിൽ പ്രകാശം എങ്ങനെ പതിക്കണം? ചെരിഞ്ഞ് തന്നെ പതിക്കണം. എങ്ങനെ പതിക്കണം? പ്രകാശം ചെരിഞ്ഞ് പതിക്കണം. അപ്പോൾ ഒരു മാധ്യമത്തിൽ നിന്നും വേറൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പതിക്കുകയാണെങ്കിൽ അതിൻ്റെ വിഭജന തലത്തിൽ വെച്ച് വിഭജന തലത്തിൽ വെച്ച് വേർതിരിക്കുന്ന തലത്തിൽ വെച്ച് അതിന് ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്. അങ്ങനെ ദിശാവ്യതിയാനം വരാനുള്ള കാരണം എന്താ? അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഓരോരോ മാധ്യമത്തിലൂടെയും ഓരോരോ വേഗത്തിലായിരിക്കും പോവുക. ലൈറ്റ് വായുവിലൂടെ പോകുന്ന വേഗത്തിലായിരിക്കില്ല ജലത്തിലൂടെ പോകുന്ന വേഗത്തിലായിരിക്കില്ല ഗ്ലാസ്സിലൂടെ പോകുന്നത്. അപ്പോൾ വായുവിലൂടെയും ജലത്തിലൂടെയും ഗ്ലാസ്സിലൂടെയും ഡയമണ്ടിലൂടെയും ഒക്കെ നമ്മളുടെ പ്രകാശത്തിന് ഓരോ വേഗമായിരിക്കും. അപ്പോൾ വായുവിലൂടെ നല്ല സ്പീഡിൽ വരുന്നതായിരിക്കും പ്രകാശം. നല്ല സ്പീഡിൽ വന്ന് ഇവിടെ എത്തി നോക്കുമ്പോൾ ആരെയാ കാണുന്നത്? ജലത്തിനെയാ കാണുന്നത് അല്ലെ. ജലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു മാധ്യമം അല്ലെ. ആടെ എന്താണ് അതിന്റെ സ്പീഡ് വേറെ ആയിപ്പോയി. ഇവിടം വരെ ഒരേ സ്പീഡിൽ വന്നിന്. അപ്പൊ ഇവിടെ എത്തുമ്പോൾ സ്പീഡ് മാറിപ്പോയപ്പോൾ എന്ത് സംഭവിച്ചു? ദിശാവ്യതിയാനം സംഭവിച്ചു അല്ലെ. എന്ത് സംഭവിച്ചു? ദിശാവ്യതിയാനം സംഭവിച്ചു. ഓക്കെ, നമ്മളുടെ ലൈറ്റ് നമ്മളുടെ പ്രകാശം ഏറ്റവും സ്പീഡിൽ പോവുക വായുവിലൂടെയാണ്. ഏറ്റവും സ്പീഡിൽ ഏതിലൂടെയാണ് പോവുക? വായുവിലൂടെയാണ് പോവുക. പിന്നെ പോവുക ജലത്തിലൂടെയാണ്. ഏതിലൂടെയാണ്? ജലത്തിലൂടെയാണ് പിന്നെ പോവുക. അടുത്തത് പോവുക നമ്മളുടെ ഗ്ലാസ്സിലൂടെയാണ്. ഏതിലൂടെയാണ്? ഗ്ലാസ്സിലൂടെയാണ്. പിന്നെ സ്പീഡിൽ പോവുക നമ്മളുടെ വജ്രം, ഡയമണ്ട് ഇല്ലേ, വജ്രത്തിലൂടെയാണ് പോവുക. അതായത് ഗ്ലാസ്സിലൂടെ വജ്രത്തിലൂടെയും ഏറ്റവും സ്പീഡ് കുറഞ്ഞിട്ടാണ് നമ്മളുടെ ലൈറ്റ് പോവുക. ഏറ്റവും സ്പീഡിൽ ലൈറ്റ് പോകുന്ന ഏതിലൂടെയാണ്? വായുവിലൂടെ, പിന്നെ ജലത്തിലൂടെ, പിന്നെ ഗ്ലാസ്സിലൂടെ, പിന്നെ വജ്രത്തിലൂടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്, പ്രകാശിക സാന്ദ്രത. ഈ ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഈ ഒരു കാര്യം കേട്ടിട്ടുണ്ടാവും. പ്രകാശിക സാന്ദ്രത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ഖരം വരച്ചിട്ടുണ്ട്, ഇവിടെ ദ്രാവകം, ഇത് വാതകമാണ് എന്ന് വിചാരിക്കുക. ഖരം, ദ്രാവകം, വാതകം വരച്ചിട്ടുണ്ട്. ഞാനൊരു ഖരാവസ്ഥയിലുള്ള വസ്തുവിലൂടെ ലൈറ്റിനെ കടത്തി വിടാന്ന് വിചാരിക്കും. ഞാൻ ലൈറ്റിനെ കടത്തി വിട്ടു. അതുപോലെ ദ്രാവകത്തിലൂടെയും ലൈറ്റിനെ കടത്തി വിട്ടു. അതുപോലെ വാതകത്തിലൂടെയും ഞാൻ ലൈറ്റിനെ കടത്തി വിട്ടു. അപ്പൊ നിങ്ങൾ നോക്ക്, ഖരാവസ്ഥയിലുള്ള വസ്തുക്കളിൽ നമ്മളുടെ പാർട്ടിക്കിൾസ് അല്ലെ, നമ്മളുടെ കണികകളൊക്കെ എങ്ങനെയാ? അടുത്തടുത്താണ് ഉണ്ടാവുക അല്ലെ. ഇവിടെ എങ്ങനെയാ ഉണ്ടാവുക? അടുത്തടുത്താണ് ഉണ്ടാവുക. നമ്മളുടെ ദ്രാവകത്തിൽ കണികകളൊക്കെ കുറച്ചും കൂടി ദൂരെയാണ് ഉണ്ടാവുക. വാതകത്തിലോ കണികകളൊക്കെ നല്ല ദൂരെ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഈ മൂന്നെണ്ണത്തിലൂടെ കടത്തി വിടുമ്പോഴും പ്രകാശത്തിന് വേഗം പോവാനാവുന്നുണ്ടോ? ഖരത്തിലൂടെ ഇല്ല. അതായത് വേഗത കുറവാണ് അല്ലെ ഖരത്തില്. പിന്നെ ദ്രാവകത്തിൽ കുറച്ചും കൂടി വേഗത്തിൽ പോകാനായിട്ട് പറ്റുന്നുണ്ട്. വാതകത്തിലൂടെ പ്രകാശത്തിന് കുറച്ചും കൂടി നല്ല വേഗത്തിൽ പോകാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ തടസ്സം എന്താണ്? ഇവിടെ തടസ്സം കൂടുതലാണ് അല്ലെ. ഇവിടെ തടസ്സം കൂടുതലാണ്. ഇവിടെയോ ഇതിനെ അപേക്ഷിച്ച് തടസ്സം കുറച്ചും കൂടി കുറവാണ്. ഇവിടെയോ തടസ്സം നല്ല കുറവാണ് അല്ലെ. ഇവിടെ തടസ്സം കൂടുതലാണ്, ഇവിടെ തടസ്സം കുറവാണ്, ഇവിടെ തടസ്സം നല്ല കുറവാണ് അല്ലെ. അപ്പൊ നോക്ക്, തടസ്സം കൂടുമ്പോ വേഗം എന്താ ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത് അല്ലെ. തടസ്സം കുറയുമ്പോൾ വേഗം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നും ഉണ്ട് അല്ലെ. അപ്പൊ ഈ തടസ്സം എന്നുള്ള വാക്കിനെ നിങ്ങൾ പ്രകാശിക സാന്ദ്രതയായിട്ട് ബന്ധിപ്പിക്കുക. ഓക്കെ, അപ്പോൾ തടസ്സം കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തടസ്സം കൂടുക അല്ലെ. വജ്രത്തിൽ എന്തായിരിക്കും? തടസ്സം കൂടുതലായിരിക്കും. തടസ്സം കൂടുമ്പോൾ അവിടുത്തെ പ്രകാശിക സാന്ദ്രത എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ. തടസ്സം കൂടുമ്പോൾ പ്രകാശിക സാന്ദ്രത എന്തായിരിക്കും? കൂടുതലായിരിക്കും. തടസ്സം എന്നുള്ള വാക്കും പ്രകാശിക സാന്ദ്രത എന്നുള്ള വാക്കും ഒരേതുപോലെ നിങ്ങൾ കാണാം. അപ്പൊ തടസ്സം കൂടുമ്പോൾ പ്രകാശിക സാന്ദ്രത കൂടും. തടസ്സം കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നാ? സ്പീഡിൽ പോകാനായിട്ട് പറ്റും അല്ലെ. സ്പീഡിൽ പോകാനായിട്ട് പറ്റിയതിലൂടെയാ? വായുവിലൂടെ ആണ്. ഓക്കെ,
അപ്പം അത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ സ്പീഡ് വായുവിന് കൂടുതൽ, പിന്നെ ജലത്തിന്, പിന്നെ ഗ്ലാസിന്, പിന്നെ വജ്രത്തിന് അല്ലെ, വജ്രത്തിന് അല്ലെ, ഇത് സ്പീഡാണ്. പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതൽ ആർക്കാ? വജ്രത്തിന് അല്ലെ, ഏറ്റവും കൂടുതൽ വജ്രത്തിന്, പിന്നെ ആയിരിക്കുക ഗ്ലാസിന്, പിന്നെ ജലത്തിന്, പിന്നെ വായുവിന് അല്ലെ. പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലായിരിക്കുക വജ്രത്തിന്, പിന്നെ ഗ്ലാസിന്, ജലത്തിന്, വായുവിന്. ഈ ഒരു ഓർഡർ നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കുക കേട്ടോ. ഏത് ഓർഡർ? ഈ ഒരു ഓർഡർ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. വജ്രത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രത കൂടുതൽ വജ്രത്തിനാണ്. പ്രകാശിക സാന്ദ്രത കുറവാർക്കാണ്? വായുവിനാണ്. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്, എന്നാലും ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. വജ്രത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രത, പിന്നെ ഗ്ലാസിനാണ്, പിന്നെ ജലത്തിനാണ്, പിന്നെ വായുവിനാണ്. ഈ ഓർഡർ പഠിച്ചു വെക്കാം. ഓക്കെ, ഈ ഓർഡർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വായുവാണെന്ന് വിചാരിക്കും, ഇത് ജലവുമാണെന്ന് വിചാരിക്കും. ലൈറ്റ് ചെരിഞ്ഞ് പതിച്ച്, ലൈറ്റ് എങ്ങനെ പതിച്ച്? ചെരിഞ്ഞ് പതിച്ചു. ഓക്കെ, ലൈറ്റ് എവിടെ നിന്ന് എവിടത്തേക്കാ പോന്നേ? വായുവിൽ നിന്ന് ജലത്തിലേക്ക് അല്ലെ, വായുവിൽ നിന്ന് ജലത്തിലേക്ക്. പ്രകാശിക സാന്ദ്രത കുറവുള്ളതിൽ നിന്നും പ്രകാശിക സാന്ദ്രത കൂടുതലുള്ളിടത്തിലേക്കായിട്ടാണ് പോകുന്നത്. അപ്പോൾ പ്രകാശിക സാന്ദ്രത കുറവിൽ നിന്നും കൂടുതലിലേക്കാണ് പോകുന്നതെങ്കിൽ ലംബത്തിന് അടുത്തായിട്ടായിരിക്കും പോവുക. എന്താണ്? പ്രകാശിക സാന്ദ്രത കുറവിൽ നിന്നും കൂടുതലിലേക്ക്, ഏതും ആയിക്കോട്ടെ, കുറവിൽ നിന്നും കൂടുതലായാൽ മതി. ഇതിപ്പോൾ ഇവിടെ വെള്ളം എന്നുള്ളതിന് പകരം, വായു എന്നുള്ളതിന് പകരം ഇവിടെ എന്താണ്, ജലത്തിൽ നിന്ന് ഡയമണ്ടിലേക്കാണ് എന്ന് വിചാരിക്കുക. ജലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശിക സാന്ദ്രത കുറവാണ്, ഡയമണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശിക സാന്ദ്രത കൂടുതലാണ്. ജലമാണോ വായു ആണോ ഒന്നും നോക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഇക്കാര്യം മാത്രം നോക്കുക. പ്രകാശിക സാന്ദ്രത കുറവാണോ നോക്കുക, കൂടുതലേക്കാണ് നോക്കുക. എന്നിട്ട് എവിടെ നിന്ന് എവിടത്തേക്കാ പോകുന്നതെന്ന് നോക്കാം. കുറവിൽ നിന്ന് കൂടുതലേക്കാ പോകുന്നതെങ്കിൽ ലംബത്തിൽ നിന്ന് അടുത്തായിട്ടായിരിക്കും പോവാം. ഇനിയിപ്പോൾ കൂടുതൽ അല്ലെ, ഡയമണ്ട് എടുക്കുക, വജ്രം അല്ലെ, വജ്രത്തിൽ നിന്ന് വായുവിലേക്കാ പോകുന്നതെന്ന് വിചാരിക്കും. വജ്രത്തിൽ നിന്ന് വായുവിലേക്കാ പോകുന്നതെങ്കിൽ ലംബത്തിൽ നിന്ന് അകന്നിട്ടായിരിക്കും പോവുക. എന്താണ്? ലംബത്തിൽ നിന്നും അകന്നിട്ടായിരിക്കും പോവുക. അപ്പൊ ആ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. വായുവിൽ നിന്ന് ജലത്തിലേക്കാണെങ്കിൽ ലംബത്തിൽ നിന്ന് അടുത്ത്, പിന്നെയും വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണെങ്കിലും ലംബത്തിൽ നിന്ന് അടുത്ത്. കാരണം എന്താ? ചെറിയ പ്രകാശിക സാന്ദ്രത ഉള്ളിടത്ത് നിന്ന് കൂടുതൽ ഉള്ളിടത്തിലേക്കാണ് പോകുന്നത് അല്ലെ. വായുവിൽ നിന്ന് ഡയമണ്ടിലേക്കാ പോകുന്നതെന്ന് വിചാരിക്കും. വായുവിൽ നിന്ന് ഡയമണ്ടിലേക്കാണെങ്കിൽ എന്താ? അടുത്തായിട്ടായിരിക്കും പോവാ. അതുപോലെ തന്നെ ജലത്തിൽ നിന്ന് ഗ്ലാസ്സിലേക്കാ പോകുന്നതെങ്കിലും എന്തായിരിക്കും? ജലത്തിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണെങ്കിൽ ലംബത്തിലേക്ക് അടുത്തിട്ടായിരിക്കും പോവാ അല്ലെ, അടുത്തിട്ടായിരിക്കും പോവാ. ജലത്തിൽ നിന്നും ഡയമണ്ടിലേക്കാ പോകുന്നതെങ്കിലോ അതും എങ്ങനെ തന്നെയായിരിക്കും? ലംബത്തിൽ നിന്ന് അടുത്തിട്ടായിരിക്കും പോവാ. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ചെറിയ പ്രകാശിക സാന്ദ്രത ഉള്ളിടത്ത് നിന്ന് കൂടുതൽ ഉള്ളിടത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ലംബത്തിൽ നിന്നും അടുത്തിട്ടായിരിക്കും പോവാ. ഇനി നേരെ ഓപ്പോസിറ്റ്, കൂടുതൽ പ്രകാശിക സാന്ദ്രത, ഡയമണ്ട് അല്ലെ, വജ്രത്തിൽ നിന്ന് വായുവിലേക്ക് പോകുന്നതെന്ന് വിചാരിക്കും അല്ലെ. കൂടുതൽ ഉള്ളിടത്തിൽ നിന്നും കുറവിലേക്കാ പോകുന്നതെങ്കിൽ ലംബത്തിൽ നിന്ന് അകന്നു പോകും അല്ലെ, ലംബത്തിൽ നിന്ന് അകന്നു പോകും. അതുപോലെ തന്നെ ഇനിയിപ്പോ ഗ്ലാസിൽ നിന്ന് ജലത്തിലേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കും. ഗ്ലാസിൽ നിന്ന് ജലത്തിലേക്ക് എങ്ങനെയാണ്? പ്രകാശിക സാന്ദ്രത കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് അല്ലെ, കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ എന്താണ്? അകന്നിട്ടാണ് പോവുക അല്ലെ, ലംബത്തിൽ നിന്നും അകന്നിട്ടാണ് പോവുക. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിൽ ഓർമ്മിച്ച് വെക്കുക കേട്ടോ. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? അപവർത്തനം എന്താണെന്ന് നോക്കിയിട്ടുണ്ട് അല്ലെ. അപവർത്തനം നടക്കണമെങ്കിൽ പ്രകാശം എങ്ങനെ പതിക്കണം? ചെരിഞ്ഞ് പതിക്കണം അല്ലെ. ഒരു മാധ്യമത്തിൽ നിന്നും വേറൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോൾ ചെരിഞ്ഞ് പതിക്കുമ്പോൾ അതിന്റെ ദിശക്കൊരു വ്യതിയാനം സംഭവിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ
പ്രകാശിക സാന്ദ്രത കുറവിൽ നിന്ന് കൂടുതലേക്കാണെങ്കിൽ ലംബത്തിൽ നിന്നും അടുത്തേക്കും, കൂടുതലിൽ നിന്നും കുറവിലേക്കാണെങ്കിൽ ലംബത്തിൽ നിന്നും അകന്നിട്ടാണെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് ഗ്ലാസ് പ്രിസത്തിലൂടെയുള്ള അപവർത്തനം. ഓക്കെ, ഒരു ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു പ്രിസത്തിലൂടെ കടത്തിവിട്ട് നോക്കൂ. ഓക്കെ, എന്താ ഇവിടെ കാണുന്നത്? ഒരു പ്രിസം ഉണ്ട് അല്ലെ, ഒരു പ്രിസം ഉണ്ട്, ഒരു ലേസർ ടോർച്ച് ചെരിച്ചടിച്ചിട്ടുണ്ട് അല്ലെ, ഇങ്ങനെ ലംബത്തിന് നോർമൽ ആയിട്ട് അടിച്ച് ലംബം പോലെ അടിച്ചിട്ടുണ്ട്. എന്ത് സംഭവിക്കുക? അപവർത്തനം നടക്കുമോ? ഇല്ല, അപവർത്തനം നടക്കില്ല. ചെരിച്ചടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അപവർത്തനം നടക്കുള്ളൂ. അപ്പൊ ആ ഒരു പ്രിസത്തിനെ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രിസത്തിന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ, ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ള ആണ് അല്ലെ, ട്രയാങ്കിൾ ഷേപ്പിൽ അത് പിന്നെ എന്താ ഒരു ഗ്ലാസ് പോലത്തേനെ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതെന്താണ്? ഇത് ഗ്ലാസ് ആണ്. ഇവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ എയർ ആണ് ഉണ്ടാവുക. ഇവിടെയും എന്താ ഉണ്ടാവുക? എയർ ആണ് ഉണ്ടാവുക. ഇവിടെ ഗ്ലാസ്സും ആണ് ഉണ്ടാവുക അല്ലെ. പിന്നെ പ്രിസത്തിന് പേരും കൊടുത്തിട്ടുണ്ട്, ABC എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഈ BC എന്ന് പറയുന്നത് പാദമാണ് കേട്ടോ, ബേസ് കേട്ടോ, ബേസ് ആണ് BC എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലേസർ ടോർച്ച് അടിച്ചിട്ടുണ്ട്. ചെരിച്ചിട്ടാണ് ലേസർ ടോർച്ച് അടിച്ചത്. ഓക്കെ, ലേസർ ടോർച്ച് എങ്ങനെ അടിച്ച്? ചെരിച്ചടിക്കാണ് ചെയ്തത്. ഓക്കെ, ഇങ്ങനെ അടിച്ചു. ഇനി എന്താ സംഭവിക്കുന്നത്? ലൈറ്റ് എവിടെ നിന്ന് എവിടത്തേക്കാണ് പോകുന്നത്? എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് അല്ലെ, എയറിൽ നിന്ന് പ്രിസത്തിന്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. എയറിൽ നിന്ന് പ്രിസത്തിന്റെ ഉള്ളിലേക്ക് എന്ന് പറയുമ്പോൾ എന്താ? പ്രകാശിക സാന്ദ്രത കുറഞ്ഞ സ്ഥലത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കൂടിയതിലേക്കാണ് പോകുന്നത്. കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് പോകുമ്പോൾ എന്താണ്? നോർമലിന് അല്ലെ, ലംബത്തിന് അടുത്തൂടെ ആയിട്ടാണ് പോലെ, ലംബത്തിന് അടുത്തൂടെ ആയിട്ട് പോയി. ഓക്കെ, ഇത് ലംബമാണ്, ലംബത്തിന് അടുത്തൂടെ പോയി. ഓക്കെ, ഇനി ഈ പ്രകാശം എവിടെ നിന്ന് എവിടത്തേക്കാ പോകുന്നത്? ഗ്ലാസിൽ നിന്നും എയറിലേക്കാണ് അല്ലെ, ഗ്ലാസിൽ നിന്നും എയറിലേക്കാണ് പോകുന്നത്. ഗ്ലാസിൽ നിന്നും എയറിലേക്ക് പോകുമ്പോൾ അല്ലെ, പ്രകാശിക സാന്ദ്രത കൂടിയതിൽ നിന്നും കുറവിലേക്കാണ് പോകുന്നത്. കൂടിയതിൽ നിന്നും കുറവിലേക്ക് പോകുമ്പോൾ എങ്ങനെയാ പോവുക? ഇങ്ങനെ അല്ലെ, ഇത് ലംബമാണ്. അപ്പൊ ലംബത്തിൽ നിന്നും അകന്നിട്ടാണ് അല്ലെ പോവാ, ലംബത്തിൽ നിന്നും അകന്നിട്ടാണ് പോവാ. ഓക്കെ, ഇത് ക്ലിയർ ആയോ? എന്താണ്? ഞാനൊരു ലേസർ ടോർച്ച് അടിച്ചിട്ടുണ്ട്, ചെരിച്ചാണ് അടിച്ചത്. അപ്പൊ ചെരിച്ചടിക്കുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ലംബമുണ്ട് അല്ലെ, ലംബത്തോട് അടുത്ത് പോയി. കാരണം എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് വന്നത്. പ്രകാശിക സാന്ദ്രത കുറവുള്ളിടത്തിൽ നിന്നും കൂടിയതിലേക്ക് വന്നുകൊണ്ട് ലംബത്തോട് അടുത്ത് വന്ന്, ഇവിടെയും എങ്ങനെ തന്നെ വന്ന് കൂടുതൽ നിന്നും കുറവിലായോണ്ട് ലംബത്തിൽ നിന്ന് അകന്ന് വന്ന്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കാം. ഇനി നമുക്ക് നോക്കാം, പ്രകാശത്തിന്റെ ദിശാവ്യതിയാനത്തിന് എന്തായിരിക്കും കാരണം? ഇവിടെ ദിശ മാറിയിട്ടുണ്ടല്ലോ പ്രകാശത്തിന്, അതിന്റെ കാരണം എന്തായിരിക്കും? അതിന്റെ കാരണം ഇവിടെ വെച്ച് അപവർത്തനം സംഭവിച്ചിട്ടുണ്ട് അല്ലെ. അപവർത്തനം സംഭവിക്കാൻ കാരണം എന്താ? ലൈറ്റ് എയറിലൂടെ പോകുന്ന സ്പീഡിലായിരിക്കില്ല ഇതിന്റെ ഉള്ളിലൂടെ പോകുന്നത്, ഇതിന്റെ ഉള്ളിലൂടെ പോകുന്നതായിരിക്കില്ല ഇതിന്റെ പുറത്തൂടെ പോകുന്നത് അല്ലെ. അപ്പോൾ അതിന്റെ അപവർത്തനം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ദിശാവ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. പ്രിസത്തിന്റെ ഏതൊക്കെ പ്രതലങ്ങളിൽ വെച്ചാണ് പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നത്? പ്രകാശപാത സയൻസ് ഡയറിയിൽ ചിത്രീകരിക്കുക. ഏതൊക്കെ പ്രതലത്തിൽ വെച്ചിട്ടാ? AB എന്ന് പറയുന്ന അല്ലെ, ഈ ഒരു പ്രതലത്തിൽ വെച്ചും ഈ ഒരു പ്രതലത്തിൽ വെച്ചും അല്ലെ, AB എന്ന് പറയുന്നതും AC എന്ന് പറയുന്നതും പ്രതലത്തിൽ വെച്ചാണ് എന്തുണ്ടായിട്ടുള്ളത്? ദിശാവ്യതിയാനം ഉണ്ടായിട്ടുള്ളത്. വായുവിൽ നിന്ന് പ്രിസത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശരശ്മി പ്രിസത്തിന്റെ ഏതു ഭാഗത്തേക്കാണ് വ്യതിയാനം സംഭവിച്ചത് അല്ലെ. ഇവിടെ വായുവിൽ നിന്ന് പ്രിസത്തിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഏത് ഭാഗത്തേക്ക് അടുത്തിട്ടാ? ഈ ഒരു പാദം അല്ലെ, ഈ ഒരു പാദം ബേസിന് അടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രിസത്തിൽ നിന്ന് വായുവിലേക്ക് കടക്കുമ്പോൾ, ഈ ഒരു പ്രിസത്തിൽ നിന്ന് വായുവിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാ വന്നിട്ടുള്ളത്? ഒരു പാദത്തോട് ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെ, പാദത്തോട് ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നോക്ക്, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വരുമ്പോഴും ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് വരുമ്പോഴും വ്യതിയാനം ഏത് ഭാഗത്തേക്കാ വന്നത്? പാദത്തിന്റെ ഭാഗത്തേക്കാണ് വ്യതിയാനം സംഭവിച്ചിട്ടുള്ളത് അല്ലെ. ഇത് ഇങ്ങോട്ടാണ് വന്നത്, ഇതും ഇങ്ങോട്ടാണ് വന്നത്. പാദത്തിന്റെ ഭാഗത്തേക്കാണ് വ്യതിയാനം സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിച്ചിട്ടുള്ളത്. അതാണ് പ്രിസത്തിലേക്ക് കടക്കുമ്പോഴും പ്രിസത്തിൽ നിന്ന് ബഹിർഗമിക്കുമ്പോഴും അപവർത്തനം കാരണം പ്രകാശരശ്മിക്ക് പ്രിസത്തിന്റെ പാദഭാഗത്തേക്കാണ് വ്യതിയാനം സംഭവിക്കുന്നത് അല്ലെ. എന്താണ്? ഇവിടെ പ്രിസത്തിന്റെ
പ്രിസത്തിലേക്ക് കടക്കുമ്പോഴും പിന്നെ പുറത്തേക്ക് വരുമ്പോഴും എവിടെ അപവർത്തനം സംഭവിക്കുന്നുണ്ട് അല്ലെ. അപവർത്തനം സംഭവിച്ചിട്ട് ഈ പ്രകാശരശ്മികൾ എവിടത്തേക്കാണ് വരുന്നത്? പ്രിസത്തിന്റെ പാദഭാഗത്തേക്കായിട്ടാണ് വരുന്നത് അല്ലെ. അത് നമ്മൾ കണ്ടതാണ് അല്ലെ. പ്രിസത്തിലേക്ക് കടക്കുമ്പോഴും പ്രിസത്തിൽ നിന്ന് ബഹിർഗമിക്കുമ്പോഴും അല്ലെ, പുറത്തേക്ക് വരുമ്പോഴും അപവർത്തനം കാരണം പ്രകാശരശ്മിക്ക് പ്രിസത്തിന്റെ പാദഭാഗത്തേക്കാണ് വ്യതിയാനം സംഭവിക്കുന്നത് അല്ലെ. ബേസോട് കൂടി പാദഭാഗത്തേക്കാണ് വ്യതിയാനം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ എന്താ, നിങ്ങൾ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം. അതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം. അപ്പം നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.